ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. ICC ഏകദിന റാങ്കിങ്ങിൽ വനിതകൾ ലോക 1-ാം നമ്പർ സ്ഥാനത്തേക്ക് എത്തിയ ഇന്ത്യക്കാരി ആരാണ്? സ്മൃതി മന്ദാന. ICC ഏകദിന റാങ്കിങ്ങിൽ വനിതകൾ ലോക 1-ാം നമ്പർ സ്ഥാനത്തേക്ക് എത്തിയ ഇന്ത്യക്കാരിയാണ് സ്മൃതി മന്ദാന. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയറാണ് എൻകോർ. എൻകോറാണ് സോഫ്റ്റ്വെയർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. തമിഴ്നാട്ടിൽ അനാഥരായ കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അൻപ് കരങ്ങൾ. അപ്പോൾ അൻപ് കരങ്ങൾ തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ മഹിളാ റോസ്ഗർ യോജന പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? മഹിളാ റോസ്ഗർ യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ബീഹാർ. 38-ാം കേരള ശാസ്ത്ര കോൺഗ്രസ് 2026 നടക്കുന്നത് എവിടെയാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ് 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2026 നടക്കുന്നത്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ് വേദി. 15ാമത് ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഗാസിയാബാദാണ്. തോമസ് കുര്യൻ ഏത് ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടറായ മലയാളിയാണ്? തോമസ് കുര്യൻ ഏത് ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടറായ മലയാളിയാണ്? നിസാർ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടറാണ് തോമസ് കുര്യൻ. താങ്ക്